ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ബ്ലമ്മിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ്. ഇതുവരെ നിങ്ങൾ ബ്ലമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്, വളരെ വലിയ എയർ ഡ്രോപ്പ് തരാൻ പോകുന്ന പ്രൊജക്റ്റാണ്. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൈനാൻസ് ലാബ്സ് നമ്മുടെ ബ്ലമ്മിലേക്കും അതുപോലെ തന്നെ സൈഡ് കിക്കിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പ്രൊജക്റ്റ് നമ്മൾ മൈൻഡ് ചെയ്യുന്നതാണ്. സൈഡ് കിക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ഡെവലപ്പായി വരുന്ന ഒരു പ്രൊജക്റ്റ് മാത്രമാണ്. പക്ഷേ ബ്ലം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ബ്ലം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. കാരണം നമ്മളുടെ ടെലഗ്രാം നേറ്റീവ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ട് മാറാൻ പോകുന്ന പ്രൊജക്റ്റാണ് ബ്ലം. അപ്പോൾ ഇവരുടെ റോഡ് മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഡേറ്റ് പോലും ഇല്ല. എല്ലാത്തിലും Q1, Q2, Q3 എന്നൊക്കെ കൊടുക്കുന്നതാണ് എല്ലാ പ്രൊജക്റ്റും. പക്ഷേ ബ്ലം ഇതുവരെ അങ്ങനെ ഒരു കാര്യമേ കൊടുത്തിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? ബ്ലം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മീം കോയിൻ മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്ത് കമ്മ്യൂണിറ്റിനെ കൊണ്ട് പൈസ ഉണ്ടാക്കി പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ല. ബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റാണ് എന്ത്? ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച്. അപ്പോൾ എക്സ്ചേഞ്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ബൈബിറ്റ്, ബിങ് അല്ലെങ്കിൽ ബിനാൻസ് ഒക്കെ പോലെ ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ബ്ലം. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന് വേറെ ആപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെലഗ്രാം മാത്രം മതി. ടെലഗ്രാമിനകത്തുള്ള മിനി ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്ക് എക്സ്ട്രാ ഒരു ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി ഈസി ആവാണ്. ഫംഗ്ഷനാലിറ്റി അല്ലാണ്ട് പക്ഷേ നമുക്ക് യൂസേജ് കുറച്ചും കൂടി ഈസി ആവണം. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ബ്ലം. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വളരെ വലിയ ഒരു ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തത്. ബൈനാൻസിന് റിട്ടേൺസ് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ബൈനാൻസ് ലാബ്സ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലമ്മിൽ 60 മില്യൺ യൂസേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, 60 മില്യൺ യൂസേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ട് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടില്ല. കാരണം ബ്ലമ്മിൽ അൺലിമിറ്റഡ് ആയിട്ട് പോയിന്റ്സ് ഇങ്ങനെ ഫാം ചെയ്തെടുക്കാൻ പറ്റില്ല. ആദ്യം ജോയിൻ ചെയ്തവർക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ യൂസേഴ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓവറായിട്ട് നമ്മളുടെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കുറയും എന്ന് പേടിക്കണം. അതുപോലെ തന്നെ 20 മില്യൺ യൂസേഴ്സ് ആണ് ടോൺ വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബ്ലമ്മുമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ടോൺ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ എന്തെങ്കിലും ഒരു ടോൺ വാലറ്റ് അവിടെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിലവിൽ കണക്റ്റഡ് ആയിട്ടുള്ള വാലറ്റ് ഒരിക്കലും ആരും ഡിസ്കണക്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കരുത്. അത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അടുത്ത വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ റേഷ്യോ ആണ്. എന്താണ് ഈ കൺവേർഷൻ റേഷ്യോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലമ്മിൽ 1,00,000 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഡോക്സ് എന്നൊക്കെ കിട്ടിയത് 1:1 എന്ന് പറയുന്ന വിഡ്രോൾ റേറ്റ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1,00,000 ഡോക്സ് ഉണ്ടെങ്കിൽ എനിക്ക് 1,00,000 ഡോക്സ് എന്ത് ചെയ്തു? വിഡ്രോ കിട്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ പോയിൻ്റ് ആയിട്ടല്ല, ഡോഗ്സ് കോയിൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫാമിംഗ് നടന്നത്. അതുപോലെ തന്നെ എനിക്ക് വിഡ്രോയിൽ കിട്ടിയതും ഡോഗ്സ് കോയിൻ ആയിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ പോയിന്റ്സ് അല്ല, ഈ പോയിന്റ്സ് ഡോഗ്സ് കോയിൻ ആയിട്ട് കൺവേർട്ട് ആവുന്ന ഒരു പരിപാടി ഡോഗ്സിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് എത്ര പോയിന്റ് ആണ് ഉണ്ടായിരുന്നത് അത്രയും ഡോഗ്സ് കോയിൻ തന്നെ. ഇപ്പോൾ 1,00,000 ഡോഗ്സ് പോയിന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഡോഗ്സിൻ്റെ കോയിൻ അത്ര തന്നെ നമുക്ക് നമ്മളുടെ എക്സ്ചേഞ്ചിലേക്കും വാലറ്റിലേക്കും വിഡ്രോയിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലമ്മിൽ കൺവേർഷൻ റേറ്റ് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇവർ ഓൾറെഡി ഹിൻഡ് തന്നിട്ടുണ്ട്. ഇന്നലെ ബ്ലം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാം 3:1 എന്ന റേഷ്യോ ആണ് ഇവർ ആദ്യം പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ആ ത്രെഡിന് താഴെ തന്നെ ഒരു ത്രെഡും കൂടെ കൊടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി 4 or 6 and not 3 എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ 3:1 എന്നാണ്. അപ്പോൾ എന്താണ് ഈ 3:1 എന്നുള്ള കാര്യം കൃത്യമായിട്ട് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. 3:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 3 ബ്ലം പോയിന്റ്സ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ടെലഗ്രാം മിനി ആപ്പിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ബ്ലം ടോക്കൺ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കൺവേർഷൻ റേഷ്യോ ഇതാണ്. ഓക്കെ, നമ്മൾ ബ്ലം ടോക്കൺ അല്ല ഫാം ചെയ്യുന്നത്, ബ്ലം പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സിന് എന്ത് ചെയ്യണം? ബ്ലം എന്ന് പറയുന്ന ടോക്കൺ അല്ലെങ്കിൽ കോയിനായിട്ട് കൺവേർട്ട് ആവണം. ആ കൺവേർഷൻ റേഷ്യോ ആണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്. 3:1 ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടോക്കൺ കിട്ടും. ഓക്കെ, അത് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് കൺവേർഷൻ റേഷ്യോ. പക്ഷേ 3:1 ആണെന്ന് ഉറപ്പല്ല. കാരണം ഇവർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് 4 ആയേക്കാം, 6 ആയേക്കാം. അപ്പോൾ ഇവർ ജസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിനെ കൺഫ്യൂസ് ആക്കുക, ഇതിനെപ്പറ്റി ഒരു ന്യൂസ് പടർത്തുക, ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. ഓക്കെ, ചിലപ്പോൾ കൺവേർഷൻ റേഷ്യോ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് ജസ്റ്റ് ഈ യൂസേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് പരത്താനും ഈ ബ്ലം ലോഞ്ച് ആവാൻ പോവുകയാണ്, ഇപ്പോൾ തന്നെ ലിസ്റ്റ് ആവും എന്നൊക്കെ ഒരു ഹൈപ്പ് യൂസേഴ്സിൻ്റെ ഉള്ള ഒരു പേടി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു ആകാംക്ഷ, തീർച്ചയായിട്ടും ആകാംക്ഷ ഉള്ളിടത്തോളം കാലം ഇതിനൊരു ഹൈപ്പ് ഉണ്ടാവും. ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും കൺവേർഷൻ ഇല്ല എന്നും പറയാൻ പറ്റില്ല, ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ഇത്രയാണ് ഈ ഒരു റേഷ്യോയിലാണ് കൺവേർഷൻ നടക്കാൻ പോകുന്നത് എന്നും പറയാൻ പറ്റില്ല. കാരണം അവർ 3 കൊടുത്തിട്ടുണ്ട്, 4 ആവാന്ന് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ 6 ആവാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ജസ്റ്റ് യൂസേഴ്സിനെ കൺഫ്യൂഷൻ ആക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഇത് എന്ന് ക്ലിയർ ആണ്.
അതുപോലെ തന്നെ ബ്ലമ്മിൽ ഇപ്പോൾ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർഡർ ആയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നുണ്ട്. ഈ വീഡിയോസിൻ്റെ കോഡെല്ലാം തീർച്ചയായും ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നോക്കി ഈ കോഡെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് എടുത്തു വെക്കുക. എല്ലാ ഓൺ ചെയിൻ ടാസ്കുകളും സോഷ്യൽ ടാസ്കുകളും അക്കാദമിക് ടാസ്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇത് നല്ല പോയിന്റ്സ് കിട്ടുന്നുണ്ട്. പിന്നീട് പറയാനുള്ള ഒരു കാര്യമാണ് വാലറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാലറ്റിനെ പറ്റി പറഞ്ഞിരുന്നു, ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വാലറ്റ് ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വരും. ഞാൻ ഏകദേശം ഒരാഴ്ച മുൻപാണ് എനിക്ക് ഈ വാലറ്റ് വന്നു എന്ന് പറഞ്ഞ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് കുറേ ആൾക്കാർക്ക് വന്നത്. നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ ഒരു വാലറ്റ് സെക്ഷൻ വരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ കണക്ട് ചെയ്ത വാലറ്റിൽ എത്ര ഡോളേഴ്സ് ഉണ്ട്, എത്ര അസറ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഞാൻ ഇവിടെ കണക്ട് ചെയ്തത് എൻ്റെ ടോൺ കീപ്പറാണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത വാലറ്റ് കാണാൻ പറ്റും. ഡിസ്കണക്ട് ഓപ്ഷൻ ഉണ്ട്, ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ചെയ്താൽ ചിലപ്പോൾ പിന്നീട് റീകണക്ട് ആവണം എന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഞാനിതുവരെ ഡിസ്കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്യുന്നത് സേഫും അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത വാലറ്റ് എൻ്റെ ടോൺ കീപ്പറിലുള്ള ബാലൻസ് ആണ് നിലവിൽ ഇവിടെ കാണുന്നത്. അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് എയർഡ്രോപ്പ് കിട്ടിയതൊന്നുമല്ല. എൻ്റെ കയ്യിൽ $15 ടോൺ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് USDT ഉണ്ട്, കുറച്ച് നോട്ട് കോയിൻ ഉണ്ട്. ഡോക്സ് 0 ആണ്, എൻ്റെ ഡോക്സ് ഇല്ല. അപ്പോൾ എൻ്റെ ടോൺ കീപ്പറിലെ ബാലൻസുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ 0 ആണെങ്കിൽ നിങ്ങളുടെ ടോൺ കീപ്പറിൽ ബാലൻസ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളുടെ വാലറ്റിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളുടെ വാലറ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ബാലൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ടോണൊക്കെ കുറച്ച് എക്സ്ചേഞ്ചിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അതിനുശേഷം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ എക്സ്ചേഞ്ചിൽ നിന്ന് ടോൺ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും അത് കണ്ട് കുറച്ച് ടോണെങ്കിലും നിങ്ങളുടെ വാലറ്റിലേക്ക് വെക്കുക. കാരണം ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് ഫീ ആവശ്യം വരാം. ഈ ചെക്ക് ഇൻ ടാസ്കുകളൊക്കെ ചെയ്യണമെങ്കിലും ഗ്യാസ് ഫീ ആവശ്യമാണ്. പിന്നെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ എനേബിൾഡ് അല്ല. ഈ ഒരു ഓപ്ഷൻ ഉടനെ തന്നെ എല്ലാവർക്കും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ കയ്യിലുള്ള കോയിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് വേണമെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നോർമലി ഒരു വാലറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയാണ്. ആ ഒരു ഫംഗ്ഷനാലിറ്റിയും ഇവിടെ ഇനി എനേബിൾ ആവാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ്സിനെ പറ്റിയും പറയാനുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ആണ്. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിന്റ്സ് എന്ന് കാണാം. അതിനപ്പുറത്തൊരു ഡോളർ വാല്യൂ ഒരു കളർ ഇല്ലാതെ കാണാൻ പറ്റും. അതിനർത്ഥം നിലവിൽ നമുക്ക് ഈ ഒരു ബ്ലം ടോക്കൺ വാല്യൂ ഇല്ല. നമ്മുടെ ബ്ലം ടോക്കൺ വാല്യൂ വന്നു കഴിയും നമുക്കിവിടെ എത്ര വാല്യൂ ആണെന്നുള്ള ഡോളേഴ്സിൽ കാണാൻ പറ്റും. ഓക്കെ, നിലവിൽ ബ്ലം ലിസ്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ആ ഒരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആണ്. ഓക്കെ, അതിന് തൊട്ട് താഴെ വരുന്ന ഒരു ഓപ്ഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഏൺ മോർ ഇൻ ഡ്രോപ്പ് ഗെയിം ടാസ്ക് ആൻഡ് ക്വസ്റ്റ് എന്ന് വെച്ചാൽ ക്വസ്റ്റുകളും ടാസ്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏൺ മോർ ക്രിപ്റ്റോ കറൻസീസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോപ്പ് ഗെയിം കളിച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസീസ് ഏൺ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള ലോഗോ നോക്കുക, ടോണ് നോട്ട്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ടോണും നോട്ടും ഡ്രോപ്പ് ഗെയിമിൽ വരും എന്നുള്ള കാര്യം. ഇനി അറിയേണ്ടത് എന്ന് വരും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുന്നത്, വിഡ്രോവൽ സൂൺ, ഏൺ ക്രിപ്റ്റോ ഇൻ ഡ്രോപ്പ് ഗെയിം ആൻഡ് ടാസ്ക് വിഡ്രോ ടു യുവർ ക്രിപ്റ്റോ വാലറ്റ്. അപ്പോൾ ഈ ക്രിപ്റ്റോ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ക്രിപ്റ്റോ ആണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഏൺ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുക. ഈ ബ്ലമ്മും ഒരു ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. നമ്മളിപ്പോൾ ബ്ലമ്മാണ് ഡ്രോപ്പ് ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ബ്ലമ്മാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ടോണിൻ്റെയും നോട്ടിൻ്റെയും ലോഗോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ടോൺ കോയിനും നോട്ട് കോയിനും ഈ ഒരു ഡ്രോപ്പ് ഗെയിമിനകത്ത് വരും. നമുക്ക് ബ്ലമ്മ് മാത്രമാണ് ഡ്രോപ്പ് ഗെയിമിനകത്ത് കിട്ടുക. അതിന് പകരം അതിൻ്റെ കൂടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസീസും ഉറപ്പായിട്ടും വരും. പിന്നീട് ഡോക്സും വരുമെന്നുള്ള കാര്യം ഈ ഒരു ബ്ലമ്മ് തന്നെ കൺഫേം ആക്കിയ കാര്യമാണ്. ഇനി അറിയേണ്ടത് ടിക്കറ്റ്സ് സേവ് ചെയ്യണോ സ്പെൻഡ് ചെയ്യണോ. ഇത്രയും കാര്യം പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഴുവൻ ടിക്കറ്റ്സും കളിച്ച് തീർക്കുക. ഞാൻ ആരോട് സേവ് ചെയ്യാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള 50%, എൻ്റെ കയ്യിലിപ്പോൾ 100 ടിക്കറ്റാണ് ഉള്ളത് എങ്കിൽ ഞാൻ അതിലുള്ള 50 ടിക്കറ്റ്സും കളിച്ച് തീർക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്രയും കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസീസ് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് ഞാനത് കളിച്ച് തീർക്കുന്നത് എന്നുള്ള കാര്യം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബ്ലമ്മിൽ ഒരു 10 മില്യൺ യൂസേഴ്സിന് താഴെ ഉള്ളപ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ബ്ലമ്മ് ഓപ്പൺ ആവാറില്ല. അവരുടെ സെർവർ അത്രയും വീക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 60 മില്യൺ യൂസേഴ്സ് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി ലിസ്റ്റിംഗ് ഡേറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കയറാനേ പറ്റില്ല. ചിലപ്പോൾ അത്രയും ലാഗും ഹാങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇവരുടെ സെർവറിന് ആ ഒരു ലോഡ് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഓൾറെഡി 10 മില്യൺ യൂസേഴ്സിന് താഴെ ഉണ്ടായപ്പോൾ പോലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റില്ല. ചിലർക്ക് ഓപ്പൺ ആവാറേ ഇല്ല, സംതിങ് വെൻ റോങ് എന്നൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ട്രൈബിലേക്ക് കയറാൻ പറ്റാറില്ല. അപ്പോൾ ഇതുവരെ ട്രൈബിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലമ്മിനകത്ത് നമ്മളുടെ ട്രൈബിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ടൈമിന് നിങ്ങളുടെ ബോണസായിട്ട് 20% കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈബിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ട്രൈബിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ നമുക്ക് ഓരോ സംഭവങ്ങളും
ലോഡ് ആവാതെ വരും. ഇപ്പോൾ ഞാൻ ഇന്ന് കയറിയപ്പോഴും എനിക്കൊരു 5 മിനിറ്റ് നിന്നിട്ടാണ് ഈ വാലറ്റ് ലോഡായത്. അപ്പോൾ നമുക്ക് ലിസ്റ്റിംഗ് ഡേറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് തന്നെ ആയിരിക്കും ഡ്രോപ്പ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റിക്കൊള്ളണം എന്ന് തന്നെയല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 50% ടിക്കറ്റ്സും ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ കുറേ പേര് പറയുന്നതാണ് ടിക്കറ്റ്സിന് എക്സ്പയറി ഉണ്ട്, അനൗൺസ്മെൻറ്റ് ഇട്ടു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ടിക്കറ്റ്സ് ബേൺ ആക്കും എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജുകളിലും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും എല്ലാം വരുന്നത് ബ്ലം ടിക്കറ്റ്സിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, നമ്മളോട് ചോദിക്കുകയാണ് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. അത് നമ്മളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലൊരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എക്സ്പയർ ആയി പോകുന്നൊരു പേടിയില്ല, പേടി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഒരു പേടി ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ ഫുൾ ടൈം നമ്മൾ ബ്ലമ്മിനെ പറ്റി ചിന്തിച്ചാലേ ആ പ്രൊജക്റ്റിന് ഹൈപ്പ് ഉണ്ടെങ്കിലേ ആ പ്രൊജക്റ്റിൻ്റെ വാല്യൂ കൂടുള്ളൂ. അതെല്ലാവർക്കും അറിയാം. ഇനി നമ്മളുടെ 100% ടിക്കറ്റ്സും ബേൺ ആവുകയാണെന്നൊരു ന്യൂസ് വരികയാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ എത്ര എക്സ്പയർ ഡേറ്റ് ഉണ്ട്, നിങ്ങൾ ടിക്കറ്റ്സ് കളക്ട് ചെയ്ത് 10 ദിവസമോ 30 ദിവസമാണ് ഒരു ടിക്കറ്റിൻ്റെ ലൈഫ്, അത് കഴിഞ്ഞാൽ എക്സ്പയർ ആയി പോകും എന്നവർ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കയറി കളിച്ച് നമ്മുടെ ടിക്കറ്റ്സ് തീർക്കണം. അപ്പോൾ തീർക്കാൻ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും പറ്റില്ല, കാരണം ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കയറി കളിക്കും. അപ്പോൾ നമുക്ക് കയറാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ 100 ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 50 ടിക്കറ്റ്സ് സ്പെൻഡ് ചെയ്യുക, ബാക്കിയുള്ള 50 സേവ് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 100% ടിക്കറ്റ് സ്പെൻഡ് ചെയ്യുക. പിന്നെ ബ്രോ കളിക്കാൻ പറ്റിയില്ല, ബ്രോ പറഞ്ഞുകൊണ്ടൊരു ടിക്കറ്റ് പോയി എന്നുള്ള കാര്യം പറയരുത്. അതിനാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ബ്ലം ലിസ്റ്റായി കഴിഞ്ഞാലും ഈ ടിക്കറ്റ്സ് ഒരിക്കലും ഈ ബ്ലമ്മിനകത്തുനിന്ന് പോവില്ല. ഈ ബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബാക്കിയുള്ള ഡോഗ്സ് പോലെയും ഒന്നും നമ്മളിപ്പോൾ ഡോഗ്സിലേക്കൊന്നും കയറില്ലല്ലോ ആരും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഡോഗ്സിനെ പോലെ ഒന്നല്ല. ഡോഗ്സിലേക്ക് നമ്മളിപ്പോൾ ആരും കയറാറില്ല, കാരണം നമുക്ക് വിഡ്രോൾ കിട്ടി പിന്നീടേക്ക് കയറേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ബ്ലം എങ്ങനെയാണോ അല്ല, നമുക്ക് ഇന്ന് തന്നെ സെൻഡ് ചെയ്യാനും ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ പറ്റുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇതിലേക്ക് എപ്പോഴും യൂസേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ആക്ടിവിറ്റീസ് പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവിറ്റീസിൽ ഒന്നാണ് ഈ ഡ്രോപ്പ് ഗെയിം. അപ്പോൾ നമുക്ക് ഈ ഡ്രോപ്പ് ഗെയിം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ ടിക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസീസ് ഏൺ ചെയ്യാം ഈ ഗെയിം കളിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് ഒരു ചാൻസ് മാത്രമാണ്, എനിക്ക് തോന്നിയ കാര്യമാണ്, ഒരിക്കലും ഒഫീഷ്യൽ അല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് ലിസ്റ്റ് ആയി കഴിഞ്ഞാലും ഈ ഡ്രോപ്പ് ഗെയിം കൂടെ കാണും, നമുക്കത് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഓക്കെ, പക്ഷേ ബ്ലമ്മിന് പകരം നമുക്ക് ബ്ലമ്മും പറ്റും, അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസീസും ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ലിസ്റ്റായി കഴിഞ്ഞാലും ഇവരുടെ ഡ്രോപ്പ് ഗെയിം ഇവിടെ ഉണ്ടാവും എന്നാണ്. കാരണം ഓൾറെഡി ഇവർ പറഞ്ഞതാണ് ബ്ലമ്മിനകത്ത് ക്രിപ്റ്റോ കറൻസീസ് വരും എന്നുള്ള കാര്യം. അപ്പോൾ ഒരിക്കലും ഈ ടിക്കറ്റ്സ് എല്ലാം കളഞ്ഞിട്ട് പിന്നെ അതവിടെ കൊണ്ടുവരില്ല. അപ്പോൾ ഇത്രയും കാലം സേവ് ചെയ്ത് വെച്ച ടിക്കറ്റ് എല്ലാം എക്സ്പയർ ആക്കി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി ഗെയിമിൽ കൊണ്ടുവരികയാണ്, ഇത്ര ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസേഴ്സ് കമ്മ്യൂണിറ്റി മുഴുവൻ ബ്ലമ്മിനെതിരെ തിരിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലമ്മിൽ ലിസ്റ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഒന്നെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് വരും, അല്ലെങ്കിൽ ലിസ്റ്റായി കഴിഞ്ഞാലും ഈ ഗെയിം ബ്ലം എന്ന് പറയുന്ന ഈ മിനി ആപ്പിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യം പേടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫായിട്ട് കളിക്കേണ്ടവർ തീർച്ചയായിട്ടും മുഴുവൻ ടിക്കറ്റ്സ് തീർക്കുക. പിന്നെ ബ്രോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്തത്, ബ്രോ എൻ്റെ അടുത്ത ടോക്കൺ കളഞ്ഞു എന്നുള്ള ഒരു കമൻറ്റും ഞാൻ കാണരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എടുത്ത് പറയുന്നത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, 50% ടോക്കൺ ബാക്കി വെക്കുക. അല്ലാത്തവർ മുഴുവൻ സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ജൂലൈ 9 ഈ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ജൂലൈ 10 ഈ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഇതിൽ ബേണാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ജൂലൈ കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞു, എൻ്റെ കയ്യിലുള്ള അക്കൗണ്ടിൽ ഇതുവരെ ഒരു ടിക്കറ്റ് പോലും എക്സ്പയർ ആയി പോയിട്ടില്ല. അപ്പോൾ ജൂലൈയിൽ ബേണിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ടിക്കറ്റും പോയില്ല എന്നാണ് എനിക്ക് അവരോടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ തന്നെ ഈ കാര്യമൊക്കെ ചിന്തിക്കുക, അല്ലാതെ അവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ട് വെറുതെ പാനിക് ആവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബ്ലമ്മിനകത്തുള്ള അപ്ഡേറ്റ്സ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി ടിക്കറ്റ്സ് സ്പെൻഡ് ചെയ്യണോ സേവ് ചെയ്യണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവരുത്. അതിനാണ് ഇത്രയും നേരം ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഡൗട്ട് തീരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് തീർത്തു തരാൻ പറ്റില്ല ആ ഒരു ഡൗട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ടെലഗ്രാം ചാനലായിരിക്കും പോസ്റ്റ് ചെയ്യുക. തീർച്ചയായും ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുക. ഇപ്പോൾ ലിസ്റ്റിംഗ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നാളെ തന്നെ ലിസ്റ്റ് ആവും എന്നല്ല എൻ്റെ അർത്ഥം. ചിലപ്പോൾ ഈ ഒരു ഡിസംബർ വരെ പോയേക്കാം. മാക്സിമം പോകുന്ന Q4 തീരുന്നവരെയാണ്, അതായത് ഡിസംബർ തീരുന്നവരെയാണ്. അത് ഓൾറെഡി എനിക്ക് റിപ്ലൈ ആയിട്ട് ഇവരുടെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം പോയിൻറ്റ്സ് ഫാം ചെയ്ത് വെക്കുക. ഇന്ന് ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് ഫാം ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുവരെ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, ഇനി ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയിച്ച് നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടിയാലും അത് പ്രോഫിറ്റാണ്. ഇത്ര പോയിൻ്റ് ഉണ്ടെങ്കിൽ എലിജിബിലിറ്റി ഉള്ളൂ, അങ്ങനെ ഒന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കുറഞ്ഞ പോയിൻറ്റ്സാണ് കിട്ടുന്നത് അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. കിട്ടുന്ന പോയിൻറ്റ്സ് മാക്സിമം സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഗെയിമിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ, ബൈ.